അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന നമ്മുടെ ത്രിയേക ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇതുവരെ നമുക്ക് അധ്യക്ഷത വഹിക്കുകയും ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസന്മാരോടുള്ള പ്രത്യേക നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. പിന്നെയും നമ്മൾ എബ്രായ ലേഖന പഠനവുമായി ബന്ധപ്പെട്ട് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന്, പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒക്കെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കൂട്ടായ്മ നാം ഒരുമിച്ച് അനുഗ്രഹകരമാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. പുതുതായി ആരെങ്കിലും ഞങ്ങൾക്കൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ അപ്പനെ പറ്റി പഠിപ്പാൻ, ക്രിസ്തുയേശുവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ നമ്മുടെ മണവാളനെക്കുറിച്ച് പഠിപ്പാൻ വളരെ സന്തോഷത്തോടെ അടുത്തു വരുന്ന സന്ദർഭങ്ങളാണല്ലോ. നമുക്കിങ്ങനെ ദൈവം ഒരുക്കി തരുന്ന സാഹചര്യങ്ങൾക്കായിട്ട് സ്തോത്രം. ആ സാഹചര്യങ്ങളെ വിനിയോഗിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിലും ഒരു യൂട്യൂബ് സർവേ അയച്ചതുപോലെ നമ്മൾ പൊതുവെ പഠിക്കുന്ന വിഷയങ്ങൾ അധികം ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യങ്ങളല്ല. സ്തോത്രം. ഭൗതികമായ ജീവിതത്തിന് സുഖം തരുന്ന, വികാരങ്ങളെ ഉണർത്തുന്ന, ഒരു ഇക്കിളിപ്പെടുത്തലിൻ്റെ സുഖം തരുന്ന ഒരു ദൈവവചന പഠനമോ ചിന്തകളോ അല്ല നമ്മുടെ ഇടയിലുള്ളത്. എങ്കിലും നിരന്തരമായി ദൈവവചനം വളരെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നാം അതിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. വൈകാരികതകളുടെ പുറകെ നാം പോകാതെ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ, അതിൽ നിലനിൽക്കുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപയേകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വവും നിങ്ങളേവർക്കും നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. എബ്രായ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളായിരുന്നു ദീർഘദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി 9-ാമത്തെ വാക്യത്തിലേക്കും നമ്മൾ പ്രവേശിച്ചു. 5 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യരെ പൊതുവായിട്ട് സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശമല്ല ഉള്ളത്. അതായത് മനുഷ്യപുത്രൻ എന്ന് 6-ാമത്തെ വാക്യത്തിൽ കാണുന്നത് കൊണ്ട് അത് യേശു ആണെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ നമ്മൾ കണ്ടു, അവിടെ പറയുന്ന മനുഷ്യപുത്രൻ മശിഹ അല്ല. മശിഹ അല്ല. തീർച്ചയായും യേശുക്രിസ്തു തനിക്കായിട്ട് തന്നെ ഏറ്റവും അധികം ഉപയോഗിച്ച ഒരു പേര് മനുഷ്യപുത്രൻ എന്ന് തന്നെയാണ്, ദ സൺ ഓഫ് മാൻ. എന്നാൽ ഇവിടെ സൺ ഓഫ് എ മാൻ എന്ന നിലയിലാണ് കൊടുത്തിട്ടുള്ളത്. സൺ ഓഫ് എ മാൻ, അതായത് മനുഷ്യവർഗത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. എന്നാൽ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചാണ്.
സ്തോത്രം. ഇന്നലെയും നമ്മൾ കണ്ടതുപോലെ യേശുക്രിസ്തു 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ കണ്ടു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. എന്നാൽ മനുഷ്യജാതിയെ ഉദ്ധരിക്കുവാൻ അഥവാ വീണ്ടെടുക്കുവാൻ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ദൂതന്മാരുടെ രൂപത്തിൽ അല്ല വന്നത്. 2 ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാൻ അഥവാ രക്ഷിക്കുവാനുമല്ല വന്നത് എന്ന് നമ്മൾ ഇന്നലെ ആ ഭാഗങ്ങളിൽ നിന്നും കണ്ടു. ദൂതന്മാരുടെ രൂപത്തിലല്ല, ദൂതന്മാരുടെ വേഷത്തിലുമല്ല, ദൂതന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയുമല്ല. യേശുവിൻ്റെ ജഡധാരണം കൊണ്ട് ഒരു ദൈവദൂതനും വീണുപോയവർക്കോ അല്ല ദൈവസന്നിധിയിൽ ഇപ്പോൾ നിൽക്കുന്നവരോ ആയ ഒരു ദൂതനും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. സ്തോത്രം. ചില സ്പെഷ്യൽ ഡ്യൂട്ടികളൊക്കെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ ധാരണവും അല്ലെങ്കിൽ ജഡധാരണവും പരസ്യ ശുശ്രൂഷയും ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെയായിട്ട് ചില ദൂതന്മാർക്ക് ചില കൂടുതൽ ജോലി, ഉത്തരവാദിത്വങ്ങൾ, കമ്മീഷനിങ്സ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നതല്ലാതെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ വെളിപ്പാട് കൊണ്ടോ ക്രൂശിലെ മരണം കൊണ്ടോ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടോ സ്വർഗാരോഹണം കൊണ്ടോ ഒന്നും ഒരു ദൂതനും ഒരു പ്രയോജനവുമില്ല. ഇവയെല്ലാം കൊണ്ടും പ്രയോജനമുള്ളത് നമുക്ക് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ ഈ ബൃഹത്തായ പ്രപഞ്ചത്തെ, അതിലുള്ള വാനഗോളങ്ങളെയും ഒക്കെ താരതമ്യം ചെയ്താൽ ഈ മണ്ണുകൊണ്ട്, നിലത്തെ പൊടി കൊണ്ട് ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ, ദൈവം അവനെ ഓർക്കത്തക്കതുപോലെ അവനിൽ ഒന്നുമില്ല, ഏതുമില്ല. എന്നിട്ടും ദൈവം അവനെ ഓർക്കുന്നു, ദൈവം അവനെ സന്ദർശിക്കുന്നു, ദൈവം അവനെ അണിയിക്കുന്നു, ദൈവം അവനെ അധിപതിയാക്കുന്നു, സകലവും അവൻ്റെ കാൽ കീഴെയാക്കി കൊടുക്കുന്നു. കണ്ടില്ലേ? സ്തോത്രം. അത് കണ്ട് അതിശയം കൂറി നിൽക്കുന്ന ഭക്തനെ നമുക്ക് കാണാം. സ്തോത്രം. അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഭക്തൻ. എന്നാൽ ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ യേശുക്രിസ്തു ഈ ദൂതന്മാരുടെ ആരുടെയും രൂപത്തിലല്ല വന്നത്. ഒരു ദൂതന്റെയും രൂപം സ്വീകരിച്ചില്ല. സ്തോത്രം. അതിന് കാരണമാണ് 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ലല്ലോ യേശു വന്നത്. സ്തോത്രം. നമുക്കൊന്നും കൂടെ 9-ാമത്തെ വാക്യം വായിക്കാം. Hebrews 2:9. But we see Jesus, who made it little lower than the angels, now crowned with glory and honor, because he suffered death, so that by the grace of God he might taste death for everyone. സ്തോത്രം. എങ്കിലും എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ഇത്ര ശ്രേഷ്ഠനായി മനുഷ്യനെ ഉണ്ടാക്കി ദൈവം വെച്ചു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതീക്ഷകളിൽ നിന്നും അകന്നുപോയി, പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായിട്ട് അവർ മാറി, വീഴ്ച വന്നു, മരണത്തിന് അധീനരായി. ഇതെല്ലാം സംഭവിച്ചിട്ടും, അതാണ് എങ്കിലും. സ്തോത്രം. എങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു,
ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായ യേശുക്രിസ്തു. ജീസസ് വാസ് ഹിയർ made a little lower than the angels. സ്തോത്രം. അത് നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു. ഇറ്റ്സ് അബൌട്ട് ദ ഫിസിക്കൽ സ്റ്റാറ്റസ് ഓഫ് ഏഞ്ചൽസ് ആൻഡ് ക്രൈസ്റ്റ്, ദ ഹ്യൂമൻ ക്രൈസ്റ്റ്. ശരീരഘടന വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദൂതന്മാരിലും അല്പം മാത്രം താഴ്ച വന്നവൻ എന്നത് നമ്മളത് 5-ാം വാക്യത്തിൽ നിന്നും കാണുകയുണ്ടായല്ലോ. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച ആ സൃഷ്ടി ചെയ്ത വസ്തുക്കളുടെ ഉപയോഗത്തിലാണ് നാം അത് കാണുന്നത്. അതും മറുഭാഗത്ത് അതിൻ്റെ സൃഷ്ടിയുടെ ശ്രേഷ്ഠത, പ്രിവിലേജസ് അതുമുണ്ട്. ഈ രണ്ടെണ്ണത്തെ കോർത്തിണക്കിക്കൊണ്ടാണ് മനുഷ്യനെ പറ്റി അവിടെ എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വായിക്കുന്നത്, എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ, സ്തോത്രം, എങ്കിലും ദൈവകൃപയാൽ. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായിട്ട് പിറന്നത്, യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം, സ്തോത്രം, അതിൻ്റെ ഉദ്ദേശം നമ്മൾ കണ്ടു, മനുഷ്യനെ വീണ്ടെടുക്കുക. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനു മുൻപ് മുതൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന വ്യക്തികളാണ് ഞാൻ നിങ്ങൾ. സ്തോത്രം. അനാദികാലം മുതൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് നടക്കുന്നതിന് മുൻപ് മുതൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നമ്മൾ തെളിഞ്ഞു നിന്നിരുന്നു. സ്തോത്രം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പശ്ചാത്തലം നമ്മൾ കണ്ടായിരുന്നല്ലോ, ഓർമ്മ കാണുമല്ലോ. ക്രൂശിൽ യേശുക്രിസ്തു കിടക്കുമ്പോൾ റോമൻ പടയാളികൾ യേശുവിന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. രുചിച്ചു നോക്കിയാറെ യേശു അത് കുടിച്ചില്ല. സ്തോത്രം. ക്രൂശിൽ നാവൊക്കെ അണ്ണാക്കോട് പറ്റി ദാഹം കൊണ്ട് വലഞ്ഞ് മൂക്കിൽ കൂടെ ഇപ്പൊ ശ്വാസമെടുക്കാൻ വയ്യാത്തത് കൊണ്ട് വാ തുറന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുകയാണ്. വാ തുറന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് കൊണ്ട് ആ കാറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ അണ്ണാക്ക് വരെ ഉണങ്ങിപ്പോവും. വേനൽക്കാലത്ത് നോർത്ത് ഇന്ത്യയിൽ നടക്കുകയും സൈക്കിൾ ചവിട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ള സമയത്ത് ഇത് ഞാൻ അക്ഷരീയമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. മണൽക്കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടടിക്കുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് സൈക്കിളിൽ ചവിട്ടി ചവിട്ടി പോകണം. ഇങ്ങനെ സാമട്ടിൽ പോകാൻ നേരമില്ല. 1ഉം 2ഉം ഇടത്ത് യോഗങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്, ഗ്രാമങ്ങളിലും കോളനികളിലും. അവിടെ എത്തണം. അതുകൊണ്ട് മുഴു ശക്തിയും എടുത്ത് സൈക്കിൾ ചവിട്ടുക. പക്ഷെങ്കിൽ പൊടിക്കാറ്റ് ഇങ്ങോട്ട് എതിരായിട്ട് വരുന്നത് കൊണ്ട് അങ്ങോട്ട് ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല. മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ ഇപ്പം വയ്യ. മൂക്കിൽ കൂടെ കിട്ടിയാൽ പര്യാപ്തമല്ലാത്തത് കൊണ്ട് വാ തുറന്ന് ശ്വാസം എടുക്കുക. അതുകൊണ്ട് മൂക്കും ഈ അണ്ണാക്കും എല്ലാം അങ്ങ് ഉണങ്ങി, സംസാരിക്കാൻ വയ്യ.
വല്ലാത്ത അസ്വസ്ഥത. സ്തോത്രം. അങ്ങനെ കിടക്കുമ്പോഴാണ് കയ്പ് കലക്കിയ അല്ലെ കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് കുടിക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ കിടക്കുന്ന ഒരുത്തൻ ടേസ്റ്റ് നോക്കുക. കിട്ടുന്നത് എന്തായാലും അണ്ണാക്കൊന്ന് നനയ്ക്കാൻ വേണ്ടിയല്ലേ ശ്രമിക്കൂ. എന്നാൽ യേശു ഒന്ന് രുചിച്ചു നോക്കിയാറെ അത് കുടിച്ചില്ല. ടേസ്റ്റ് കൊള്ളാത്തത് കൊണ്ടോ കയ്പായത് കൊണ്ടോ കുടിക്കാതിരുന്നതല്ലെന്ന് നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും. സ്തോത്രം. പിന്നെന്താ കർത്താവ് കുടിക്കാഞ്ഞത്? ഓർമ്മയുണ്ടല്ലോ. അത് കുടിച്ചിട്ട് വേദന ഇല്ലാതായി തീരുവാൻ താൻ ആഗ്രഹിച്ചില്ല. ആമേൻ. അത് ഒരു ലോക്കൽ അനസ്തേഷ്യായിരുന്നു. ഇങ്ങനെ ക്രൂശിൽ അതിദാരുണമായി തൂങ്ങപ്പെടുന്ന വ്യക്തികൾ ദിവസങ്ങളോളം ജീവനോടെ കിടക്കും. എന്നാൽ കോമായിൽ അവിടെങ്ങാനും കിടന്നോട്ട് വേദന അനുഭവിക്കാതിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പടയാളികൾ ക്രൂശിക്കപ്പെടുന്നവരോട് കാണിക്കുന്ന ഒരു ദയയായിരുന്നു ഇത്. കോമായിൽ കിടന്നോട്ട് ചാകുമ്പം ചാകട്ടെ. പക്ഷേ തിരുവെഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിന് യേശു ഒരു 6 മണിക്കൂറിനകം മരിച്ചു. രാവിലെ 9 മണിക്ക് ക്രൂശിക്കപ്പെട്ട യേശു വൈകുന്നേരം 3 മണിയോടുകൂടെ അന്ത്യശ്വാസം വലിച്ചു. ആ സമയത്താണ് ഈ ബോധം കെടുത്തുന്ന മരുന്ന് കലക്കിയ വീഞ്ഞ് യേശുവിന് കൊടുക്കുന്നതും യേശു കുടിക്കാഞ്ഞതും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം അവസാന ശ്വാസം വലിക്കുന്നത് വരെ, സ്തോത്രം, എന്നെയും നിങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാൻ യേശു ഇഷ്ടപ്പെട്ടു. ബോധമില്ലാതെ കിടന്ന് ചാകാനല്ല യേശു തിരഞ്ഞെടുത്തത്. സ്തോത്രം. സുബോധത്തോടെ നമ്മെ തൻ്റെ തിരുഹൃദയത്തിൽ വഹിക്കുവാൻ യേശു തിരഞ്ഞെടുത്തു. അതാണ് 6-ാം വാക്യത്തിൻ്റെ അർത്ഥം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിനും അവൻ എന്തുമാത്രം. അവിടെ സന്ദർശിക്കുക, സ്തോത്രം, എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ചില വീടുകളിലൊക്കെ അല്ലെ ചിലരെയൊക്കെ കാണാൻ പോകുമല്ലോ. സന്ദർശിക്കുക എന്നാ പറയുന്നത്. ഞങ്ങൾ ഉപദേശിമാർക്കാണെങ്കിൽ പിന്നെ ഭവന സന്ദർശനം, പാസ്റ്ററൽ വിസിറ്റിംഗ് എന്നൊന്നുണ്ട്. എന്തിനാ സന്ദർശിക്കുന്നേ? നാം സന്ദർശിക്കുന്നവർക്ക് നന്മ വരാൻ. മത്തായി 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 31 മുതൽക്കുള്ള വാക്യങ്ങളിൽ രാജാവ് തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആളുകളെ 2ആയിട്ട് തിരിക്കും, ഇടത്തും വലത്തുമുള്ളവരായി. എന്നിട്ട് വലത്തുള്ളവരോട് പറയും, ഞാൻ രോഗിയായിരുന്നു, ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു അല്ലെങ്കിൽ കാണാൻ വന്നു. ഇടത്തുള്ളവരോട് പറയും, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. ഇപ്പൊ കാണാൻ വന്നു, കാണാൻ വന്നില്ല. വിസിറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, സന്ദർശിക്കുന്നതിനെ കുറിച്ച്. അവിടെയും എബ്രായർ 2-ാമത്തെ വാക്യത്തിലും കാണുന്ന സന്ദർശനം ഒരേ അർത്ഥം തന്നെ.
എന്ന് വെച്ചാൽ ഫോർ മൈ ബെറ്റർമെന്റ്. യു ഡിഡ് നോട്ട് വിസിറ്റ് മീ ഫോർ മൈ betterment, for my good. എൻ്റെ നന്മയ്ക്ക് നിങ്ങൾ എന്നെ കാണുവാൻ വന്നു അല്ലെങ്കിൽ വന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവം നമ്മെ ഓർക്കുക, സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ കീപ്പിംഗ് us in his mind, നമ്മളെ ദൈവത്തിൻ്റെ മനസ്സിൽ വെച്ചോണ്ടിരുന്നു. സ്തോത്രം. നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ രക്ഷയ്ക്ക്. അത് എടുത്തു പറയുന്നത് 9-ാമത്തെ വാക്യത്തിലാണ്. സ്തോത്രം. യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു അഥവാ മരണം വരിച്ചു. അതിന് കാരണം എന്താ? What is the proven fact on the cross? ക്രൂശിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്ന വസ്തുത എന്താ? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, 9-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് വന്നിട്ട്. എല്ലാവരും ഉണ്ടല്ലോ കൂടെ? ഒമ്പതാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശു മരണം വരിക്കുന്നതിനുള്ള കാരണം എന്താണ്? തെറ്റിയാലും സാരമില്ല, പറഞ്ഞോ. ഇല്ലെങ്കിൽ മെസ്സേജ് ഇട്ടു, ടെക്സ്റ്റ് ഇട്ടു. മനുഷ്യന്റെ പാവഭാരങ്ങൾ സ്വന്തം ചുമലിൽ ഏറ്റു. അതിന് കാരണമാ ചോദിച്ചത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി. 9-ാമത്തെ വാക്യത്തിനകത്ത് ഇതൊന്നും ഇല്ലല്ലോ. ലവ് അല്ല, എന്തോ അനേകം പുത്രന്മാരെ Crowned with glory and honor. മഹത്വവും ബഹുമാനവുമാണ് അത് അതിന്റെ ഫലമായിട്ടാ, ഇതിന്റെ ഫലമായിട്ട്. കാരണമല്ല. അനേക പുത്രന്മാരെ നേടാൻ God's grace. അത് 10-ാം വാക്യത്തില. ഡോക്ടർ സാജു. God's grace. ഗ്രേസ്, സോറി ദൈവത്തിന്റെ കൃപയാൽ. ഒന്നും കൂടെ വായിച്ചോ, 9-ാമത്തെ വാക്യം. എല്ലാവർക്കും വേണ്ടി. ആ, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മതി. മരണം ആസ്വദിച്ചു. മതി. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റിപ്പോകുന്നത് കേട്ടോ. ആ വാക്യത്തിൽ മാത്രം നിന്നാ മതി, പുറത്തെങ്ങും പോകണ്ട. ഞാൻ അതുകൊണ്ട് എടുത്തു പറഞ്ഞത് 9-ാം വാക്യത്തിൽ നിന്ന് മാത്രം. അല്ലാതെ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശരിയാ, വേദപുസ്തകത്തിന്റെ മൊത്തമായ രീതിയിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ നമ്മളൊരു ഭാഗം എടുക്കുമ്പോൾ, ഒരു ടെക്സ്റ്റോ ഒരു വാക്യമോ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് ആ ഭാഗത്തെ വ്യാഖ്യാനിക്കണം. ഞാൻ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. നിങ്ങളെയും കൂടെ ഒന്ന് അതിനു വേണ്ടി അങ്ങനെ ഒരുക്കിയെടുക്കുക. സ്തോത്രം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഒക്കെ നമ്മൾ വേദപുസ്തകം മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഇങ്ങോട്ട് പോരെ, നമുക്കൊരുമിച്ച് ഇവിടെ സൂക്ഷിക്കാം. സ്തോത്രം. കോണ്ടെക്സ്റ്റുവൽ, ടെക്സ്റ്റുവൽ. സ്തോത്രം. ഞാൻ ഇവിടെ നിന്ന് മാറിത്തരാം. സ്തോത്രം.
ഒരു ഹിന്ദി പ്രശ്നം അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല പാസ്റ്ററെ ഞാൻ. അതങ്ങ് പഠിച്ചോളും, അല്ലെങ്കിൽ ഇവര് പഠിപ്പിച്ചോളും. അപ്പൊ കണ്ടോ, 9-ാമത്തെ വാക്യത്തിൽ മാത്രം നമ്മൾ നിന്നുകൊണ്ട് നോക്കുക. യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കുവാനായിട്ട് വന്നു, മരണം ആസ്വദിച്ചു, അല്ലെങ്കിൽ മരിച്ചു. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ഒത്തിരി ശ്രേഷ്ഠനായിരുന്നിട്ടും നമ്മെ രക്ഷിക്കേണ്ടതിന്, നമ്മെ വീണ്ടെടുക്കേണ്ടതിന് അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി, താഴ്ച വന്നവനായിട്ട് ഇവിടെ വെളിപ്പെട്ടു. ഇതിനെല്ലാം അടിസ്ഥാന കാരണമാണ് ആ വാക്യം നമ്മോട് പറയുന്നത്. ആ വാക്യത്തിനകത്തതിന് ഉത്തരം ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ടോ പുറകോട്ടോ പോയാൽ മതി. ആ വാക്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ നിന്നാൽ മതി. സ്തോത്രം. അവിടെ പറയുന്നു ദൈവകൃപയാൽ, ദൈവകൃപയാൽ. സ്തോത്രം, സ്തോത്രം. ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൃപയാൽ. എന്ന് വെച്ചാൽ ദൈവത്തിന് പാപികളായ മനുഷ്യരോട് തോന്നിയ കൃപയാൽ. The grace God had towards the man fell into sin. പാപത്തിൽ വീണുപോയ മനുഷ്യരോട് ദൈവത്തിന് തോന്നിയ കൃപ. പാപത്തിൽ അകപ്പെട്ട് ദൈവം അണിയിച്ച തേജസ്സും ബഹുമാനവും നഷ്ടപ്പെടുത്തിയ മനുഷ്യനോട് ദൈവത്തിന് തോന്നിയ കൃപ. സ്തോത്രം. കൃപയുടെ അർത്ഥം നമുക്ക് നന്നായിട്ട് അറിയാം. Unmerited favor, bestowing that which is undeserving, but freely unto us or upon us. നമ്മൾ ന്യായമായും അർഹതപ്പെടാത്തത്, അർഹിക്കാത്തത് സൗജന്യമായി നമുക്ക് നൽകപ്പെടുന്ന അവസ്ഥയാണ് കൃപ. സ്തോത്രം. bestowing or granting of unmerited favor. നാം എന്തിന് അർഹരല്ലയോ അത് നമുക്ക് സൗജന്യമായും ധാരാളമായും നൽകപ്പെടുന്നു. സൗജന്യമായും ധാരാളമായും, അതാണ് കൃപ. സ്തോത്രം. തീത്തോസ് 2:11 വാക്യം, ടൈറ്റസ് 2:11. For the grace of God that brings salvation has appeared to all men. Grace that brings salvation to all men. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്താണ് ചെയ്യുന്നത്?
പാപികളായ മനുഷ്യർക്ക് അർഹമല്ലാത്ത അനുഗ്രഹങ്ങളെ സൗജന്യമായിട്ട് തരുന്നു. പാപത്തിൽ വീണുപോയ, തേജസ്സും ബഹുമാനവും നഷ്ടപ്പെടുത്തിയ, സൃഷ്ടികളിന്മേൽ ദൈവം തന്ന അധികാരം കളഞ്ഞു പൊളിച്ച പാപിയായ മനുഷ്യനോട് സ്തോത്രം, ദൈവത്തിന് എന്തു തോന്നി? കൃപ. കൃപ. ആ കൃപയാൽ നമുക്ക് അർഹമല്ലാത്ത അനുഗ്രഹത്തെ ദാനമായിട്ട് നൽകി. സ്തോത്രം. നമുക്ക് അർഹമല്ലാത്തതാ. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ, പ്രത്യേകിച്ച് 10ാം ക്ലാസ് മുതൽ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ഗ്രേസ് മാർക്ക് എന്നുള്ളത്. ഗ്രേസ് മാർക്ക്. ബൈബിൾ സ്കൂളിലും പരീക്ഷാ സമയത്തൊക്കെ ടീച്ചേഴ്സ് പറയാറുണ്ട് പാസ് മാർക്കിനെ കുറിച്ചും ഗ്രേസ് മാർക്കിനെ കുറിച്ചും. ഒരു 40% ജയിക്കാനായിട്ട് വേണ്ടത്. ലാവീഷായി കോരി വാരി മാർക്ക് കൊടുത്തിട്ടും ഇവൻ 37-അപ്പുറത്തോട്ട് കടക്കുന്നില്ല. അപ്പോഴാണ് സാറ് വിചാരിക്കുന്നത്, പോട്ടെ 3 മാർക്ക് ഗ്രേസ്, 3 മാർക്ക്. അപ്പൊ ഗ്രേസ് മാർക്ക് കിട്ടി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പാസ് മാർക്ക് കിട്ടിയില്ലെന്ന. ഈ പാസ് മാർക്കുള്ളവന് ഗ്രേസ് മാർക്കിന്റെ ആവശ്യമില്ല. നമുക്ക് ഗ്രേസ്, കൃപ കിട്ടി എന്ന് വെച്ചാൽ അർത്ഥം പാസ് മാർക്ക് ഇല്ലാത്തവരാണെന്ന്. യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ ഉള്ളവർക്ക് കൃപ ലഭിച്ചതാണ് നമ്മുടെ അംഗീകരണത്തിന് കാരണം. സ്തോത്രം. മറിയ ഉൾപ്പെടെ ഉള്ളവർക്ക് കൃപ ലഭിച്ചു. അപ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ ദൈവത്തിൻ്റെ കൃപ ലോകത്ത് ഉണ്ടായിരുന്നവരെയും ഇപ്പോഴുള്ളവരെയും ഇനി ജനിക്കാനിരിക്കുന്നവരെയും എല്ലാം രക്ഷിക്കുവാൻ മതിയായതാണ്, പര്യാപ്തമായതാണ്. സ്തോത്രം. അങ്ങനെ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായിട്ട് ഭൂമിയിൽ പിറന്നു. കാരണം എന്താണ്? പിന്നെ പോയോ? ദൈവകൃപയാൽ. ദൈവകൃപ. കാരണം ദൈവകൃപ. ആരോട് തോന്നിയ കൃപ? സ്തോത്രം. ദൈവത്തിന് മനുഷ്യരോട് തോന്നിയ കൃപ. ഏത് മനുഷ്യരാണെന്ന് നമ്മൾ കണ്ടു? പാപത്തിൽ വീണുപോയ, പാപം നിമിത്തം ദൈവത്തിന്റെ തേജസ്സും ബഹുമാനവും എല്ലാം നഷ്ടപ്പെടുത്തിയ, ആധിപത്യം നഷ്ടപ്പെടുത്തിയ, ദൈവിക ഉദ്ദേശത്തിൽ നിന്നും അകന്നുപോയ, സ്തോത്രം, മനുഷ്യരോട് ദൈവത്തിന് കൃപ തോന്നി. ദൈവത്തിന് മനുഷ്യരോട് കൃപ തോന്നിയപ്പോൾ, സ്തോത്രം, യേശുക്രിസ്തുവിനോട് ദൈവം അങ്ങ് നീതിയോടെ ഇടപെട്ടു. സ്തോത്രം. നമ്മോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൃപ, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ നീതി. മനസ്സിലാവുന്നുണ്ടല്ലോ?
അപ്പോൾ ദൈവത്തിന് നമ്മോട് കൃപ തോന്നി. അത് ദൈവം വെളിപ്പെടുത്തിയത് തൻ്റെ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി മരിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. നമ്മോടുള്ള ദൈവകൃപയുടെ അസന്നിഗ്ധമായ വെളിപ്പാടാണ് കാൽവറി ക്രൂശ്. ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രസ്താവന. Cross of Jesus Christ is the junction where God's righteousness towards sin and God's love towards the sinner was manifest. പാപിയോടുള്ള അല്ല, പാപത്തോടുള്ള ദൈവത്തിൻ്റെ നീതിയും പാപിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കൂടെ ഒരുമിച്ച് സംഗമിച്ച സംഗമസ്ഥാനമാണ് കാൽവറി ക്രൂശ്. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ ഉദിച്ചു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, നമ്മുടെ എല്ലാ പാപം ദൈവം യേശുക്രിസ്തുവിൻ്റെ മേലാക്കി. അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. അതുകൊണ്ട് യേശു നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. സ്തോത്രം, മരണം ആസ്വദിച്ചു. But we are able to see Jesus, who was ranked lower than the angels for a little while, crowned with glory and honor because of his having suffered death. സ്തോത്രം. യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരണമേറ്റെടുത്തു. അവിടെ നമ്മൾ കാണുന്നു, സ്തോത്രം, he suffered death. He suffered death. മരണം ആസ്വദിച്ചു. 9-ാം വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. എങ്കിലും But we see എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ന്നവനായ യേശു താഴ്ച വന്നവനായ, അല്ലേ? താഴ്ച വന്നവനായ യേശു ആ, മരണം അനുഭവിച്ചത് കൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. യേശുക്രിസ്തു മരണം അനുഭവിച്ചു, മരണം ആസ്വദിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് വളരെ ആസ്വദിച്ച് മരിക്കുകയായിരുന്നു എന്ന്. He tasted death. He tasted death. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവൻ, പാപികളോട് വേർപെട്ടവൻ, പാപങ്ങൾക്കു വേണ്ടി ഒരു യാഗവും കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ, പാപക്ഷമയ്ക്കു വേണ്ടി യാചന നടത്തുവാൻ ആവശ്യമില്ലാത്തവൻ. സ്തോത്രം. പക്ഷെ നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു, മരണം അനുഭവിച്ചു. സ്തോത്രം.
മരണം ആസ്വദിച്ചു. അത് യേശു ആസ്വദിക്കുകയായിരുന്നു. എന്തുകൊണ്ടാ? വേദനയില്ലാഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ. സ്തോത്രം. പിന്നെന്താ യേശു അത് ആസ്വദിച്ചത്? Bringing many sons and daughters to glory. ആമേൻ. നമ്മെ തേജസ്സിലേക്ക് നടത്തുവാൻ അത് പര്യാപ്തമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് അത് ആസ്വദിച്ചു, ടേസ്റ്റ് ചെയ്തു, സുഖത്തോടെ. സ്തോത്രം. യേശു മരിച്ചു. അതുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. യേശുവിനെ നാം മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. സ്തോത്രം. Now we see him crowned with glory and honor. ആ ഒരു പ്രയോഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. He was crowned with glory and honor. മഹത്വവും തേജസ്സും മഹത്വവും ബഹുമാനവും യേശു അണിഞ്ഞിരിക്കുന്നു. കാരണം മരണം ആസ്വദിച്ചത്. യേശു നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. അതാണ് കാരണം. മരണം ആസ്വദിക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ കൃപ. ഇപ്പോൾ യേശു ഉയർത്തപ്പെട്ടിരിക്കുന്നു, എക്സോൾട്ടഡ്. യേശു ക്രിസ്തുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ തേജസ്കരണം, യേശുവിൻ്റെ ഉയർത്തപ്പെടൽ, എക്സോൾട്ടേഷൻ ഓഫ് ജീസസ്. സ്തോത്രം. ഒരു കൊച്ചു ചോദ്യം. യേശുവിന് നേരത്തെ മഹത്വം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെന്താ ഇവിടെ പറയുന്നത്? നമുക്കെല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. മരിച്ചതുകൊണ്ട്, മരണം ആസ്വദിച്ചതുകൊണ്ട്, മരണം അനുഭവിച്ചതുകൊണ്ടെന്ന് പറയാൻ എന്താ കാരണം? യേശു ജയിച്ചതുകൊണ്ട്. ഓക്കെ, തേജസ് ഉരിഞ്ഞു വെച്ചല്ലേ യേശു വന്നത്. അതെ. അതുകൊണ്ട് അത് കിട്ടുന്നത്. ആ തേജസ് തിരികെ പ്രാപിക്കുന്നതിനെ കുറിച്ചാണോ ഇത്? അല്ല, നമ്മൾക്ക് ആ തേജസ് തരുന്നതിന് വേണ്ടി. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിയത് കൊണ്ട്. അതാ ഞാൻ ചോദിച്ചത്. പണ്ട് ഉരിഞ്ഞു വെച്ച തേജസ് ആണോ ഇത്, അതോ ഇത് വേറെ തേജസ് ആണോ? ഇത് വേറെ തേജസ്. മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ ഉള്ള തേജസ്. മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അതോ ജോയിച്ചാനോട് യോജിക്കുന്നു? അങ്ങനെ രണ്ട് തേജസ് എന്നൊക്കെ പറയാനൊക്കുമോ? അതാ ചോദ്യം. യേശുക്രിസ്തു തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, എനിക്ക് പണ്ടുണ്ടായിരുന്ന അതേ തേജസ്സിലേക്ക് എന്നെ എടുത്തുകൊള്ളണമെന്ന്. അതെ.
അപ്പോൾ ആ തേജസ്സും ഈ ആ തേജസ് തേജസ്സും തന്നെ. ആ ആ തേജസ് തേജസ് തന്നെ. ഓക്കെ. ആദാമിന് നഷ്ടപ്പെട്ട തേജസ്സാണ് നഷ്ടം. ആദാമിന് നഷ്ടപ്പെട്ട തേജസ്. അപ്പോൾ അല്ല, പിന്നെ ചോദ്യം ആദാവ് നഷ്ടപ്പെട്ട തേജസ് നമുക്കില്ലേ കിട്ടുന്നത്? അല്ല, നമുക്ക് അതിലും വലിയ തേജസ് കിട്ടുന്നേ. അതെ, ആദാമിന്റെ നഷ്ടപ്പെട്ട തേജസ്. പിന്നെ അനേക രാജമുടി. ഇന്നത്തേക്ക് നമുക്ക് ഒറ്റ വാചകത്തിൽ പറഞ്ഞു നിർത്താം. വിശദീകരണം കർത്താവിന്റെ വരവ് താമസിച്ച നാളെയാകാം. യേശുക്രിസ്തുവിന് തൻ്റെ പ്രീ എമിനന്റ് ഗ്ലോറി, ദ പ്രീ എക്സിസ്റ്റന്റ് മാജസ്റ്റി, ക്രിസ്തുവിൻ്റെ ലോകസ്ഥാപനത്തിന് മുൻപുണ്ടായിരുന്നെന്ന് മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാൻ 17:5-24 യേശു പ്രാർത്ഥിച്ച ആ തേജസ്സും ഇവിടെ എബ്രായർ 2:9 നമ്മൾ കാണുന്ന, അതുകൊണ്ട് യേശുവിനെ നാം മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു എന്ന് പറയുന്ന മഹത്വവും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. സംശയത്തോടെ നമ്മൾ പോകണ്ട. യേശു തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാൻ 17:5-24 പ്രാർത്ഥിച്ച ആ മഹത്വം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. That was the glory of Jesus' deity. That was eternal. എന്നാൽ ഇവിടെ എബ്രായർ 2:9 അതുകൊണ്ട്, മരണം അനുഭവിച്ചതുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നുവെന്ന് പറയുന്നത് യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തേജസ്കരണത്തെക്കുറിച്ചാണ്. ഒരെണ്ണം ദൈവത്വത്തിൻ്റെ മഹത്വമാണെങ്കിൽ മറ്റേത് മനുഷ്യത്വത്തിലെ തേജസ്കരണമാണ്. സ്തോത്രം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ എത്താം. ഇന്ന് തുടങ്ങിയാൽ അല്പം കൂടെ നീണ്ടുപോകും. അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ നിർത്തുക. ഇന്ന് നമുക്കൊന്ന് ധ്യാനിക്കുവാൻ അത് കിടക്കട്ടെ. ഒരു ഹോംവർക്കായിട്ട് നമുക്കിങ്ങനെ അതിനെ ഒന്ന് ധ്യാനിക്കാം. സ്തോത്രം. നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തിലല്ല പങ്കാളിത്തം ഉള്ളത്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തേജസ്കരണത്തിലാണ്. ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമുക്കും മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പിനായി പ്രത്യാശയോടെ കാത്തിരിക്കാം. അതെപ്പോൾ സംഭവിക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാത്തതുകൊണ്ടും എത്രയും പെട്ടെന്നത് സംഭവിക്കുവാൻ ഇടയുള്ളതുകൊണ്ടും ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി നമുക്കും ഒരുങ്ങാം. നാമും കർത്താവിനോടൊപ്പം തേജസ്കരിക്കപ്പെടേണ്ടതിന് പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.